എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ അത് ആ ഒരു പിക്ക് പിക്കാന്ന്. രേണുസുതി, എൻ്റെ പൊന്നാര ചേച്ചി, തങ്ക കൊടമേ, കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നില്ലേ ഒരു പൊടിക്കൊതുങ്ങ് എന്ന്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തിനാ വെറുതെ നാട്ടുകാരുടെ വായിരിക്കുന്ന തെറി ഇങ്ങനെ ദിവസവും മേടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു അസുഖം കാരണം ഒരുപാട് വേദനിക്കുന്നില്ലേ നിങ്ങൾ? ഇല്ലേ? ഒന്ന് ഒതുങ്ങിക്കൂടെ ഒരു ഇച്ചിരി? പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചി കാണിച്ചു വെക്കുന്ന ഓരോ കോപ്രായങ്ങൾ കൂടെ നിന്നവർ തന്നെ തന്തയ്ക്ക് വിളിക്കുക. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് രേണുസുതി കടന്നു പോകുന്നത്. അപ്പോൾ രേണുസുതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വീഡിയോ. എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം ഹൈപ്പ് കാണാൻ സാധിച്ചാൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി കാര്യത്തിലേക്ക് വരാം. അൻഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ രേണുസുതിയെ വെച്ച് എന്തോ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് ഈ കഴിഞ്ഞ ദിവസം അയാളുടെ ഒരു വീഡിയോ ഒക്കെ അത്യാവശ്യം വൈറലായി. എന്താ രേണുസുതി മറ്റേ ഫാനെ കയറി എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു വീഡിയോ. ഇപ്പം രേണുസുതി തന്നെ വന്നിട്ട് പറയുകയാണ് അവന് ഭ്രാന്താണ്, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലേ എന്നൊക്കെ. അപ്പം ആര് തേഞ്ഞ്? കൂടെ നിന്ന അൻഷാദ് തേഞ്ഞ്. അപ്പം അൻഷാദെ, രണ്ട് കാര്യം. ഒന്ന്, രേണുസുതി ശരിക്കും നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നോ ഇങ്ങനെ ഫാനെ കയറിയ കാര്യം? അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറഞ്ഞായിരുന്നോ? അല്ല, രേണു പറയുന്നത് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. ഇതിൽ ആരെ ഞങ്ങൾ വിശ്വസിക്കണം? നിന്നെ വിശ്വസിക്കണോ രേണുവിനെ വിശ്വസിക്കണോ? പിന്നെ രേണു അങ്ങനെ ചെയ്യുന്നത് നീ നേരിട്ട് കണ്ടെങ്കിൽ നിനക്ക് വന്നിരുന്ന് വിളിച്ചു പറയാം, ഓക്കെ? ഇല്ലെങ്കിൽ അവരുടെ ചേച്ചിയോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെളിവുകൾ ഉണ്ടെങ്കിൽ നിനക്ക് വന്നിരുന്ന് പറയാം. ഇല്ലെങ്കിൽ തെളിവും വേണ്ട, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. പക്ഷെ പറയാതെയാണ് നീ പറഞ്ഞതെങ്കിൽ അത് തെമ്മാടിത്തരം തന്നെയാണ്. 2-3 ദിവസം മുമ്പ് ഞാനത് പറഞ്ഞതുവാ. കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള കേസൊന്നും അറിഞ്ഞില്ല, അവരങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞത്. ഇപ്പം വന്നിരുന്ന് വലിയ വായിൽ വിളിച്ച് പറയുന്നതും കേട്ടു. അപ്പം എടുത്തത് അന്നേ വെച്ച് കൊടുത്തതാ ഈ അൻസാദിന്. അപ്പം അതേ വീണ്ടും നിന്നെ തെറി പറയേണ്ട അവസരം കിട്ടിയില്ലേ? പിന്നെ ഒന്നും പറയുന്നില്ല. ഇപ്പം നിന്നെ എന്ത് പറയാനാ? നിന്നെ ഇതിലാരാ കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല, ഓക്കെ? ചിലപ്പോൾ ഇനിയും രേണുസുതി അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞതാണെങ്കിലോ ഒരു സംശയം. ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ടും പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സീമ ചേച്ചി ഇവരെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞൊരു പടമൊക്കെ എടുത്ത് ചേച്ചി ഇട്ടായിരുന്നല്ലോ ഇൻസ്റ്റയിൽ. അതുമായി ബന്ധപ്പെട്ടും രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. രേണുസുതി പ്രിയങ്കരി, ശരി ഒരു സ്വല്പം ഒന്നൊതുങ്ങ്, മനസ്സിലായ? ഇങ്ങനെ നാട്ടുകാരുടെ തെരുവിളി കേൾക്കല്ലേ, എന്ത് കാര്യത്തിന്? ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. ബാക്കി കേൾക്കാമേ. സീമാജി നായർ ചേച്ചിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ അൻഷാദ് മോനെ 20 കിട്ടിയല്ലോ അല്ലേ? കിട്ടിയല്ലോ, സമാധാനമായല്ലോ നിനക്ക്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വല്ല ആവശ്യം? എൻ്റെ ഒരു സുഹൃത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രേണുസുതിയുടെ കുടുംബമോ അൻഷാദ് എന്ന് പറയുന്ന വ്യക്തി മോനെ നിന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ടാണ് ഇവരിതിപ്പോൾ മാറ്റി പറയുന്നതെങ്കിൽ ഈ പോയിന്റ് നിർത്തിക്കോ. ആ ഒരു കുടുംബമോ അല്ലെങ്കിൽ രേണുവായിട്ടുള്ള കമ്പനി ഇല്ലെങ്കിൽ നാളെ വീണ്ടും നീ നാറും, ഓക്കെ? അത് നീ മനസ്സിലാക്കിക്കോ. പിന്നെ രേണുസുതി, എന്തിന് രേണുസുതി? നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഒരു കൂട്ടുകാരനെ ഇട്ടുകൊടുത്ത് നീ ആരുടെ മുഖമാണ് രക്ഷിക്കാൻ നോക്കുന്നത്? നിന്റെ മുഖമോ നിന്റെ വീട്ടുകാരുടെ മുഖമോ? ഇനി അതല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസും കേസും വയ്യാവേലി അത് പേടിച്ചിട്ടാണോ? അല്ല, ആണോ? എനിക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കാം കേട്ടോ, അതായിരിക്കാം, അത് പേടിച്ചിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിന് ഒരു സുഹൃത്തിനെ വിളിച്ച്, ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് സുഹൃത്താണെന്ന്, അപ്പം അങ്ങനെ ഒരുത്തിനെ വിളിച്ച് പറയേണ്ട കാര്യം എന്തായിരുന്നു? അവനാണെങ്കിൽ ഒരു വേടല്ല, അവൻ വന്നിരുന്ന് ഒരു ബോധമ്പോ ഇതുമില്ലാതെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ രേണു അങ്ങനെ ഒരു കാര്യത്തിന് ട്രൈ ചെയ്തു കേട്ടോ. മണ്ടനാണോ അവൻ? അൻസാദേ, ഇനിയിപ്പോൾ നിന്നെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പോവാൻ നീ മണ്ടനാണോ? കാരണം പോലീസ് ചിലപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർ പറയും ഒന്നും ചെയ്തിട്ടില്ല എന്ന്. നീ അല്ല, ഇപ്പം പെട്ടത് നീയാ. നാട്ടുകാരുടെ ഒരു നല്ല രീതി കേൾക്കുന്നില്ലേ? ഒരു പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് ഇപ്പൊ സീമാജി നായർ ചേച്ചിയുടെ കാര്യവും കൂടിയും രേണുസുതി പറയുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, സീമാജി നായർ ചേച്ചി വന്നു, കണ്ടു, പോയി. അല്ലാതെ ഇവരുമായിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രേണു ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമത്തിൽ പോസ്റ്റ് ചെയ്തു.
അപ്പൊ അതിന്റെ പേരിലും തെറി കേൾക്കുന്നുണ്ട്. നമുക്ക് അത് ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാന്ന് ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ടും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ബാക്കി കേൾപ്പിക്കാമേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ വിചാരിച്ചു ചേച്ചി അവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷെ ചേച്ചി അവിടെ വന്ന് കണ്ടിട്ടില്ല. ഞാനും നിങ്ങളുടെ കൂടെ കേട്ടോ ഈ വീഡിയോ കാണുന്നത്. നേരത്തെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല എൻ്റെ പ്രിയങ്കരിയായ രേണുസുതിയെ പറ്റി ഞാൻ സംസാരിക്കുന്നതേ. അപ്പൊ കാര്യത്തിലേക്ക് വരാം. രേണുസുതി അവിടെ വന്നിട്ടില്ല, വീഡിയോ കോളിലാണ് അല്ലേ നിങ്ങളെ കണ്ടതവര്. പിന്നെ എന്തിനാണ് ഈ ഇൻസ്റ്റഗ്രാമത്തിൽ നിങ്ങളുടെ റൈറ്റിങ്സ് അതിൽ സൂചിപ്പിക്കുന്നത് അവിടെ വന്നങ്ങ് കണ്ടു എന്നുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് എന്തിന്? ഇപ്പോൾ തംബ്നെയിൽ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. തംബ്നെയിലിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത എഴുതി വെക്കൂടെ, പക്ഷേ വീഡിയോയ്ക്കകത്ത് കണ്ടന്റിനകത്ത് പ്രോപ്പർ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പിടികിട്ടിയോ? കാരണം അതൊരു വീഡിയോയിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തംബ്നെയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഇത് നിങ്ങൾ ഇടുന്ന ഒരു തംബ്നെയിൽ, നിങ്ങൾ ഇടുന്ന ഒരു പോസ്റ്റ് അത് തന്നെ കംപ്ലീറ്റ്ലി ഫേക്ക്. അപ്പം ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ മൊത്തത്തിൽ? മൊത്തത്തിൽ തെറ്റിദ്ധരിച്ച് പോകത്തില്ലേ? ഇതിപ്പോൾ നമ്മുടെ തംബ്നെയിൽ കണ്ട് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും വീഡിയോ കാണാൻ വന്നാലും ഞാൻ അതും കൂടെ ഇതിനകത്ത് അങ്ങ് ചേർക്കുക. കാരണം അത് പ്രോപ്പറായിട്ട് പറയണമല്ലോ, അല്ലെങ്കിൽ ചില ആളുകൾ ചോദ്യം ചോദിക്കാൻ വരും. അതും കൂടെ അങ്ങ് തന്നേക്കാൻ പറഞ്ഞ്. തംബ്നെയിൽ കണ്ട് വീഡിയോ കാണാൻ വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ കറക്റ്റ് കാര്യങ്ങളേ ഉള്ളൂ. പിടികിട്ടിയോ? ആരെയും മറ്റേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് കീറുന്നില്ല. പക്ഷേ ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? കംപ്ലീറ്റ്ലി ഫേക്ക്. എന്നിട്ട് അതിൻ്റെ പേരിൽ അടുത്ത വീഡിയോ. അപ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആക്കിയതാ. ആദ്യമേ ഒരു പോസ്റ്റ് ഇട്ട് കാശുണ്ടാക്കുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പോസ്റ്റിനൊക്കെ കാശുണ്ട്. പിടികിട്ടിയോ? എന്നിട്ട് അടുത്ത വീഡിയോ. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, എന്നിട്ട് ബാക്കി പറയാം. AI വെച്ചിട്ട് അല്ലാതെ അത് എല്ലാവർക്കും കണ്ട അറിയാം AI ആണെന്ന്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിന്റെ കാര്യം അറിയാലോ. ആരും ICUവിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. രേണുസുതി, ആര് നിങ്ങളെ ക്രൂശിക്കാൻ വന്നു? നിങ്ങളല്ലേ വന്ന ഓരോ കോപ്രായങ്ങൾ കാണിച്ച് നാട്ടുകാരെ കൊണ്ട് തെറിവിളി നടത്തിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ കാണിക്കുന്നത്? എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക്? എന്തിൻ്റെ ആവശ്യം? ഇവരെ എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് മറ്റേ അൻഷാദിൻ്റെ കേസിലെ അൻഷാദ് ഒരു ചെറിയ പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഫേസ്ബുക്കിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, അല്ല ഇൻസ്റ്റയിലാണ്. ഞാൻ അതൊന്ന് വായിക്കാമേ. അത് കഴിഞ്ഞിട്ട് സീമ ചേച്ചിയിലേക്ക് വരാം. ഒരു കാര്യം പറയട്ടെ, മനസ്സറിഞ്ഞ് ഒരാൾക്കൊരു സഹായവും ചെയ്യരുത്. അത് നമുക്ക് തന്നെ വിനയാവും. ഇത് ഇപ്പോഴാണോടാ നീ മനസ്സിലാക്കുന്നത്? നിനക്ക് ഒരു ബോധവും ഇല്ലേ? എത്ര വയസ്സായി നിനക്ക്? ഒരു ബോധവും ഇല്ലേ? നമ്മൾ പിന്നെ പോയി കുഴിച്ചാടും, അതറിയാം. അപ്പൊ പിന്നെ വന്നിട്ട് നീ കഥ പറയരുത്. മനസ്സറിഞ്ഞൊരു കാര്യം ചെയ്യരുത്, അത് വിനയാവുന്നു. ഇതൊക്കെ പണ്ടേ 10-25 വയസ്സുള്ളപ്പോൾ പറയേണ്ടതാടാ കുട്ടാ. അത് കഴിഞ്ഞ് പറയുന്നത് ഒരു കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മണ്ടത്തരമാണ്. നമ്മുടെ മണ്ടത്തരത്തിന് കാണിക്കും. നീയും കാണിക്കും, ഞാനും കാണിക്കും, ചിലപ്പോൾ ഇനിയും കാണിക്കും. അത് പക്ഷേ വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സത്യം കൈവശമുള്ളവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞൊരുത്തി കുരയ്ക്കുന്നുണ്ട്. അവളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിന്റെ തന്തക്കാടി വട്ട്. വിഷയം ഇതായ കൊണ്ട് ഞാനൊന്ന് അയഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ നിന്നെയൊക്കെ എൻ്റെ വട്ടി പോലും പേടിക്കില്ല. എടാ, നിന്നെ ആരാ പേടിക്കുന്നത്? നീ ആരാ? നിന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നീ മറ്റേ ഷർട്ടിടാതെ രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിൽ മാത്രമേ അങ്ങനെ എനിക്കറിയുള്ളൂ. പിന്നെ ഏതൊക്കെയോ തൊലിഞ്ഞ 2-3 ആൽബോ ഷോർട്ട് ഫിലിം എന്തൊക്കെയോ നീ ചെയ്തിട്ടുണ്ട് അവളെ വെച്ചല്ലേ. ഇത്രേ ഉള്ളൂ. നീ വലിയ മറ്റേ ആളാവാൻ നിൽക്കാതെ വന്ന് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് പിന്നെ അത് വലിച്ചു കീറിയവരെയാണ് നിനക്ക് ചൊറിയേണ്ടത്. അടിച്ച് അണ്ണാക്കി തരും കുട്ടാ നിനക്ക്. ഓക്കെ, കാരണം നിന്റെ കയ്യിലാ മിസ്റ്റേക്ക്. അവരിനിയിപ്പോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ കുടുംബം നിന്നോടത് പറഞ്ഞെങ്കിൽ നിനക്ക് തീരെ വിവരം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്. കാരണം അത് ഏതെങ്കിലും തരത്തിൽ, അത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് പരിപാടിയിലോട്ടൊക്കെ പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പേടും. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പറയത്തില്ല.
ഒരു കാരണവശാലും. അത് തിരിച്ചറിയാനുള്ള ഒരു ബോധമില്ലാത്ത നീയൊക്കെ എന്താ കൂടുതൽ പറയണ്ടല്ലോ, അതൊന്നും തിരിച്ചറിയാനുള്ള ബോധമില്ലാത്തതാണല്ലോ കൊണ്ടാണല്ലോ ഓരോ വിവരം കെട്ട ഷോർട്ട് ഫിലിമുകൾ എടുത്ത് വെക്കുന്നത് അല്ലേ. ആൽബമാ ഷോർട്ട് ഫിലിമാ, ഓരോ ആൽബത്തിന്റെ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ പേര് കളയാൻ ഓരോന്ന് കാണിച്ചു വെക്കുന്ന ഓരോരുത്തന്മാര്. അതിനകത്ത് പെടുത്താം ദൈവനെ. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇനി സീമ ചേച്ചിയിലേക്ക് വരാം. ആ ചേച്ചിയുടെ ഒരു അവസ്ഥയെ വെറുതെ എവിടെയോ ഇരുന്നത് ആവശ്യമില്ലാത്ത ഓരോ വള്ളി എടുത്ത് തല കയറ്റിയല്ലോ എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും. രേണു കഴിഞ്ഞ ദിവസം ഇട്ടൊരു പോസ്റ്ററാ കണ്ടല്ലോ അവരുടെ ഇൻസ്റ്റ തന്നെ. സീമ ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു. എങ്ങനെ വന്നിരുന്നു? എടി രേണു സുധി, ഇത് തന്നെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ആ അസുഖം വന്നതുകൊണ്ടുള്ള സ്നേഹം എന്നല്ല, ഒരു സഹതാപം, സീരിയസ്ലി ഒരു സഹതാപം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളത് കളയുക രേണു സുധി. നിങ്ങൾ തന്നെയാണ് ഇതിന് കാരണക്കാരി സത്യമായിട്ടും. സീമ ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു, അവിടെ തന്നെ കള്ളത്തരമല്ലേ, പോട്ടെ അത് വിട്. എന്നെ ചേർത്ത് പിടിക്കുന്നതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും 1000 നന്ദി. ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി നൽകിയ സഹായം മറക്കില്ല. അതൊക്കെ സത്യമാണ്, സഹായം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ചില സ്നേഹങ്ങൾ വാക്കുകൾക്കതീതമാണ്. എൻ്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണാൻ വന്നു അവർ നിന്നെ. ഒരു പോസ്റ്റർ ആണെങ്കിൽ പോട്ടെ, വെയിറ്റ് ചെയ്യാം. കാണാനും ധൈര്യം പകരാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും എത്തിയ സീമ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ചികിത്സയ്ക്കായി പിന്നെ കുറച്ച് റൈറ്റിംഗ്, എല്ലാവരോടും സ്നേഹവും നന്ദിയും. ഒരു പോസ്റ്റർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഇവർ വേറെ ഒരു പോസ്റ്റർ AI വഴി ക്രിയേറ്റ് ചെയ്ത ആ ഫോട്ടോയിൽ എഴുതി വെച്ചേക്കുന്നത് എന്തുവാ? ചേച്ചി വന്നു. ചേച്ചി എവിടെ വന്നു? വീഡിയോ കോളിൽ നിന്നെ കണ്ടു. അതങ്ങ് എഴുതിയിടാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? അതിന് പകരം ചേച്ചി വന്നു, എന്നെ കണ്ടു, സീമ ചേച്ചി എനിക്ക് എന്ത് ഹാപ്പി ആയെന്ന് അറിയുമോ, ചേച്ചി ഹെൽപ്പ് ചെയ്തു കേട്ടോ, എനിക്കത് മെഡിസിനൊക്കെ വാങ്ങാൻ പറ്റി, താങ്ക് യു ചേച്ചി, മറ്റൊരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവർ കൂട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. രേണു, അത് നീ ഇല്ലാതാക്കും. ഓക്കെ, സീരിയസ്ലി എനിക്കതാ പറയാനുള്ളത്. ഈ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ ഇല്ലാതെയാക്കും രേണു, ഇല്ലാതെയാക്കും നീ. ആ പരിപാടിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനീ ഇല്ലാത്ത ഒന്നത് വയ്യാതിരിക്കുന്ന അവസ്ഥയല്ലേ, എന്തിനീ കാട്ടായൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തിൻ്റെ ഷോക്കേടാ ഈ രേണുവിനെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതിയിട്ട്. ഇനിയിപ്പോൾ രേണുവിൻ്റെ വയ്യാത്ത അവസ്ഥയിൽ മറ്റേ കിളി പോയി കീമോ കഴിഞ്ഞ് നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഓരോന്നൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കും എഴുതിയിടുന്നതും വിളിച്ച് പോകുന്നതും ഒക്കെ. പക്ഷെ കൂടെ ഇല്ലേ ഇവരുടെ ചേച്ചിയും ഇവരുടെ ബന്ധുക്കളും ഒക്കെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ? ഇനിയിപ്പോൾ എന്തായാലും സീമ ചേച്ചി ഒരു യൂട്യൂബറോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമേ. അവസ്ഥ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഫോർത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റു ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്താന്നുള്ളതല്ല, ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്നൊരു ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും, ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്, അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പോൾ ഇതെല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർത്തനാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല ഷഫീ, നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അതറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം
എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല അത് സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ ഞാന് അത് മാത്രമല്ല ഒരു നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അത് മോളെ അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിനെ ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല. ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. എവർക്ക് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. അല്ല ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണത്. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മയുള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരി ഒക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോ അറിയുമായിരിക്കും ഷഫീനിക്ക്. നമുക്ക് പുള്ളിയാണ് ഈ വീൽ ചെയർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരോ വയ്യാവേലി എടുത്ത് തലേ വെക്കുന്നതേ. ഒന്ന് വീഡിയോ കോൾ ചെയ്തതാ, AI വഴി ഫോട്ടോ ഉണ്ടാക്കി അതിട്ടിട്ട് ചേച്ചി എന്നെ കാണാൻ വന്നു. പൊന്നു രേണു, നാട്ടുകാരെ ഉപദ്രവിക്കാതെ, മനസ്സിലായോ? ആരെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ. രേണുവിനോട് ഇപ്പോൾ ഒരു പരിധി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ത്രീക്ക് വയ്യ. കൂടെ ഉള്ളവർ ഇച്ചിരിയെങ്കിലും ബോധമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഓരോന്ന് കാണിക്കാതിരിക്കുക, നാട്ടുകാരുടെ വായിരിക്കുന്നു തെറി കേൾക്കാതിരിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.